ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ ചേച്ചീൻ്റെ വീട്ടു താമസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി 25 ഞായറാഴ്ചയായിരുന്നു ചേച്ചീൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്. പാല് കാച്ചലിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെയായിരുന്നു ഉള്ളത്. നമ്മുടെ ഏട്ടനൊക്കെ ഈ വീട്ടിൽ കൂടുതലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ലീവിന് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ കസിൻസും ഉണ്ട്. ഞങ്ങളെ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ഫംഗ്ഷനാണിത്. അപ്പോൾ നമ്മുടെ എല്ലാ കസിൻസൊക്കെ അതിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ എല്ലാവരും നമുക്ക് പരിചയപ്പെടാനും കാണാനൊക്കെ ഇതിലൂടെയാണ് പറ്റിയിട്ടുള്ളത്. ചേച്ചീൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ ഞങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഗിഫ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഇതിന് ഓൾമോസ്റ്റ് ഉള്ളതൊക്കെ നമ്മളെ കസിൻസ് തന്നെയാണ്. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അടിപൊളി ഫംഗ്ഷനായിരുന്നു. സാധാരണ നമ്മൾ ഈ ക്യാമറയും പൊക്കി നടക്കുമ്പോൾ നമുക്ക് ഇതിനൊന്നും നടക്കാൻ പറ്റില്ലല്ലോ. കാരണം ഫുള്ള് ആൾക്കാരും ബഹളവും ഫുള്ള് നമ്മൾ അറിയുന്നവരും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സംസാരിക്കാനും അങ്ങനെ കുറേ സമയമൊക്കെ അവിടെ പോകുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഫോണും പിടിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും ഇതിൻ്റെ കിട്ടിയില്ല. ഇതന്നെ ഞങ്ങൾ മക്കൾസിനെ കൊണ്ടൊക്കെ എടുപ്പിച്ചതാണ്. കുറേയൊക്കെ വീഡിയോസൊക്കെ മക്കളൊക്കെ എടുത്തുന്നു. കാരണം ഞങ്ങളിങ്ങനെ ഫോണൊക്കെ കൊണ്ട് നടക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് പിന്നെ കുറേ മക്കളൊക്കെ എടുത്തു തന്നിട്ടുണ്ട് വീഡിയോസൊക്കെ. അങ്ങനെ ഇതാ ഫുള്ള് ഓൾമോസ്റ്റ് 9 മണിയായപ്പോൾ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് തിരക്കായിരുന്നു. ഒരു 11 മണിയൊക്കെ മുതൽ ഫുൾ തിരക്കായിരുന്നു. ഇതാ എൻ്റെ അച്ഛനും അമ്മയും അനിയനുമാണുള്ളത്. 12 മണി 1 മണി അയക്കുന്നു. ആ സമയത്ത് ഫുഡ് തുടങ്ങിയത്. ബിരിയാണി ആ സമയത്താണ് തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് ചായയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അവർക്ക് ദൂരമുള്ളതുകൊണ്ട് അവർക്ക് വേഗം പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അവർ ഇരുത്തിയതാണ്. രാവിലെ നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് ഞങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ രാവിലെ ഉപ്പുമാവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഈ അപ്പം അങ്ങനത്തെ പലഹാരങ്ങൾ ഐറ്റംസ് ഇല്ലേ, അത് വെച്ചിട്ട് വേറെ ചായയും കൊടുക്കും വരുന്നവർക്ക്. ഞങ്ങളവിടെ പക്ഷേ ആ പരിപാടിയില്ല. പിന്നെ ഒരു 12:30 ആകുമ്പം 12 മണിയൊക്കെ ആകുമ്പോൾ ബിരിയാണി കൊടുത്തു തുടങ്ങും. അങ്ങനെയായിരുന്നു ഇവിടെ ഉള്ളത്. അങ്ങനെ ആ സമയത്ത് തന്നെ ഫുള്ള് ആളായിരുന്നു. ഫുള്ള് പന്തൽ ഫുള്ള് തിരക്കായിരുന്നു. ഇത് ചേച്ചീൻ്റെ മോൻ വീഡിയോ എടുത്തരാൻ നോക്കിയതാണ്. അത് അച്ഛനും അമ്മയാണ് ഞങ്ങളെടുത്തുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഒരു ഫാമിലി ഫോട്ടോ എടുത്തു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ പോസ് ചെയ്തതാണ് ആ കണ്ടത്. പിന്നെ ഇതാ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കസിൻസൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇതാട്ടോ ചേച്ചി, ഈ പച്ച ബ്ലൗസ് ഇതാണ് ചേച്ചി. ഇവർ ട്വിൻസാണ്. മറ്റേ ചേച്ചി ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തെ എവിടെയോ ഉണ്ട് മറ്റേ ചേച്ചി. അതുകൊണ്ട് തന്നെ നല്ല കോമഡി ആയിരുന്നു അവിടെ. അവരെ രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും മാറിപ്പോകുന്നതുകൊണ്ട് നല്ല വിറ്റായിരുന്നു. അങ്ങനെതാ എല്ലാവരും ഫുഡ് കഴിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ തിരക്കിലാണ്. ഇനി നമുക്ക് കുറച്ച് വീഡിയോസിലേക്ക് പോവാം. ഈ സമയമൊക്കെ നല്ല തിരക്കായിരുന്നു ഉണ്ടായത്. ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരടുത്ത് കുറേ സംസാരിച്ചൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കളിയാക്കുന്ന കേട്ടോ വീഡിയോ എടുക്കുന്നതിനെല്ലാം. പിന്നെ അത് ആടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണീൻ്റെ കൂടെ നമുക്ക് പായസം ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ പോയി. അപ്പോൾ നമ്മൾ കുടുംബക്കാർ തമ്മിലുള്ള കുശലം പറച്ചിലായിരുന്നു. ഞങ്ങൾ എത്തിയിട്ടുണ്ട്, എല്ലാവരും വർത്തമാനം പറയുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് എടുത്തു എല്ലാവരും കൂടി. അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം എല്ലാവരും അവിടെ. പിന്നെ എല്ലാവരും പോവേണ്ട തിരക്കായി. വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ
ഫോട്ടോക്ക് യൂസ് ചെയ്യണോ വീഡിയോക്ക് യൂസ് ചെയ്യണോ അതിൻ്റെ കൺഫ്യൂഷനാണ്. മക്കൾസൊക്കെ പിന്നെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് ടി വിയിൽ ഓരോന്ന് കാണുകയാണ്. ഇത് ഏച്ചീൻ്റെ മോളും പിന്നെ മാമൻ്റെ മോളുമാണ്. പിന്നെ അങ്ങനെ എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. തിരക്കൊക്കെ കുറഞ്ഞു, ഓൾമോസ്റ്റ് വൈകുന്നേരം ആവാനായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് വരുമല്ലോ, ഉച്ചയ്ക്ക് വരാൻ പറ്റാത്തവർ അങ്ങനെ വന്നിട്ട്. പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന തിരക്കിലാണ് മക്കൾസ് എല്ലാവരും. അവർക്ക് ഭയങ്കര, അവർ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കാണാനുള്ള ഒരു ഇതല്ലേ, അവരൊക്കെ ഇങ്ങനെ പൊട്ടിക്കാറുള്ള പരിപാടിയാണ്. ഒക്കെ ഇതാക്കി കൂടുതലായിട്ടും കിട്ടിയത് ഇങ്ങനത്തെ ഫോട്ടോ ഫ്രെയിമുകളാണ് കൂടുതലായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിന്നർ സെറ്റ് അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം പൊളിച്ച് നോക്കുന്നുണ്ട്, എവിടെയാ വെക്കേണ്ടത് അതിൻ്റെയൊക്കെ കൺഫ്യൂഷനിലാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കൂടുതലായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഫ്രെയിം ഇതാണ്. എന്താ സന്തോഷം, ആ ചിരിയിലുണ്ട് അതിൻ്റെ സന്തോഷം. അങ്ങനെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ വന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ പൊട്ടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്തത് പൊട്ടിക്കുന്നുണ്ട്. അത് ഏച്ചിൻ്റെ മോനാട്ടോ ഗിഫ്റ്റ് പൊട്ടിക്കുന്നത്, ഇളയ മോനാണ് ഗിഫ്റ്റ് പൊട്ടിക്കുന്നത്. എല്ലാവരും ഉണ്ട്, ചുറ്റിനുണ്ട്, എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പൊട്ടിക്കുന്നത്. ഏച്ചിക്ക് 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ നിന്നൊക്കെ മാഡംസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത്, തുറക്കാൻ കിട്ടായിട്ടാന്ന് തോന്നുന്നു, എല്ലെണ്ണം കൂടിയാണ് തുറക്കുന്നത്. അങ്ങനെ അടുത്ത ഫ്രെയിമാണിത് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നലെ പോകുന്നത്. ഇതുവരെ വെച്ചിട്ടൊന്നുമില്ല. അത് അടുത്ത ഫ്രെയിം ഇതാണ്. നല്ല അടിപൊളി ഒരു ഫ്ലവറിൻ്റെ ഫ്രെയിമാണ്. ഇനി നമുക്ക് ഈ ഗിഫ്റ്റ് ഓരോന്നോരോന്ന് എന്തൊക്കെയാന്ന് കാണാം കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ.